ഓടും കുതിര ചാടും കുതിര റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സലീം അൽത്താഫ്. 8 വർഷത്തിന് ശേഷമാണ് അങ്ങേരി പടം ചെയ്യണമെന്ന് ഓർക്കണം. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കഷ്ടപ്പെട്ട് മടുത്ത് മരവിച്ച് മുഴുവൻ കണ്ടു തീർത്ത പ്രേക്ഷകരോടാണ്. സിനിമ ചെയ്യാൻ വേറൊരു കഥയുണ്ട്, പലർക്കും ആ കഥ അറിയില്ല. അതായത് ഫഹദ് ഫാസിൽ നല്ല ഫോമിൽ മുന്നോട്ട് പോവുകയും കല്യാണി പ്രിയദർശൻ ലോകയുടെ ക്ഷീണം മാറ്റാനും വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹം അൽത്താഫിനോട് പറയുന്നു. അങ്ങനെ അൽത്താഫ് അങ്ങനെ തൻ്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് അപരാധം പിടിച്ച ഈ സിനിമ അൽത്താഫ് ചെയ്ത് പൂർത്തീകരിക്കുന്നു. ഇനി കഥയിലേക്ക് കിടക്കാം. കിളിപോയൊരു പയ്യൻ, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്തൊരു പയ്യൻ, അതാണ് ഫഹദ് ഫാസിൽ. അവൻ്റെ പേര് എബി. നിധി എന്നൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആ പെൺകൊച്ചും കിളിപോയതാണ്. പിന്നീട് കിളിപോയ ഇവർ 2 ഫാമിലി കൂടി തമ്മിൽ കൂട്ടിമുട്ടുന്നു. പിന്നീടുണ്ടാകുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സ്പോയിലറാണ്, അപ്പോൾ താല്പര്യമുള്ള മാത്രം കേൾക്കുക, ഇല്ലാത്തവർ ഒഴിവാക്കുക. അങ്ങനെ കിളിപോയ ആളുകളുടെ മാത്രം സിനിമയാണ് ഈ സിനിമ. പിന്നെ ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ ഇതിൽ അഭിനയിച്ച മനുഷ്യന്മാർക്കാണ് നാണക്കേടും മാനക്കേടൊക്കെ വരാറ്. ബട്ട് ഈ സിനിമയിൽ ഒരു കുതിരയുണ്ട്, ആ കുതിരയ്ക്ക് വരെ നാണക്കേടായി ഈ സിനിമ. അത്രയും മോശം സിനിമ. തുടക്കം തൊട്ടേ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പിരി വെട്ടിയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വിചാരിക്കും ഒരു ഹാഫ് പോർഷൻ കഴിയുമ്പോഴേക്കും ട്രാക്ക് മാറും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു ട്രാക്ക് മാറാൻ പോണില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ ലൈൻ. ഇത് നിങ്ങൾ മൊബൈലിൽ കാണുവാണെങ്കിൽ മിനിമം ഒരു 3-4 ദിവസം ടൈം എടുത്ത് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം ഒറ്റ സ്ട്രെച്ചിന് ഈ സിനിമ കാണാൻ പറ്റില്ല. അമ്മാതിരി വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കൽ അറ്റ് ദി ടോപ്പ് നോച്ച് അങ്ങനെ വേണം പറയാൻ. പലരുടെയും നെഗറ്റീവ് റിവ്യൂ ഞാൻ കണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. അതൊക്കെ വളരെ കുറഞ്ഞു പോയി എന്ന് എനിക്ക് പറയാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ സിനിമ അവർ പറയണേക്കാളും എത്രയോ മോശമാണ്. നമുക്കെല്ലാവർക്കും അറിയാം 2017 ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്നുള്ള സിനിമ ഇറങ്ങുന്നത്. ആ സിനിമ ക്യാൻസർ പേഷ്യൻസിൻ്റെ വേറൊരു രീതിയിൽ കാണിച്ചത്, അതായത് കോമഡി ആയിട്ടാണ് കാണിച്ചത്. നല്ലൊരു അടിപൊളി സിനിമയാണ്. എങ്ങനെയാണ് 8 വർഷം ടൈം എടുത്ത് ഒരു നല്ല സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഇമാരി ചീഞ്ഞ പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എത്ര പേരുടെ എഫേർട്ടാണ് അത് ആലോചിച്ച് നോക്കണം. ഈ സിനിമയിൽ ഇല്ലാത്ത ആളുകളില്ല. ഫീൽഡ് ഔട്ടായ ആളുകളെ വീണ്ടും വിളിച്ച് പിന്നെയും ഫീൽഡ് ഔട്ടാക്കി. ശ്രീകാന്ത് വെട്ടിയാരുടെ റോള് കണ്ടാൽ തന്നെ മതി ഈ സിനിമയുടെ നിലവാരം അറിയാൻ. കാരണം വേറൊന്നുമല്ല, വെറുതെ ഓരോന്ന് പറയുന്നു, വെറുതെ ഓരോന്ന് ചെയ്യുന്നു. ഇതിൽ ചില ഡയലോഗുകളൊക്കെ കേട്ട് കഴിഞ്ഞാണല്ലോ സത്യം പറഞ്ഞാൽ പ്രാകും. അമ്മാതിരി ഡയലോഗാണ് ചില ഡയലോഗ്. ഉദാഹരണത്തിനുണ്ട്, അതായത് ഫഹദ് ഫാസിൽ കോമയിൽ കിടക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. സ്പോയിലറാണ്, ഓക്കെ. കോമയിൽ കിടക്കുന്ന സീക്വൻസ് ഉണ്ട്. ആ സമയത്ത് ലാൽ പറയുന്ന ഡയലോഗുണ്ട്, എൻ്റെ മകൻ കോമയിൽ കിടക്കുന്ന ഒരു മാങ്ങയാണ്, കോമാങ്ങ. ഇതൊക്കെ എന്ത് ചള്ളി എന്ന് പറഞ്ഞ് ഇമാതിരി ചളിയോ? ഇതൊന്നൊന്നുമല്ല, ഇഷ്ടം പോലെ ചളി, മുട്ടിന് ചളിയാണ്. സത്യം പറഞ്ഞാൽ ലാലൊക്കെ ഒഴിവായി പോകേണ്ട സമയമായിട്ടുണ്ട്. ആ ജംഗ്ലി റമ്മിയുടെ അതേപോലെ തന്നെ ഒന്നാമത് ഡയലോഗ് മനസ്സിലാണല്ലോ പുള്ളി പറയണത്. സത്യാവസ്ഥ കാര്യം അതാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ ഏറ്റവും നന്നായി അഭിനയിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? കോമയെ കിടക്കുന്ന സമയം. അല്ലാത്ത ഫുൾ ബോറ് എന്ന് പറഞ്ഞാൽ പരമ ബോറ്, അത്രയും മോശം. കല്യാണിനെ വല്ലാണ്ട് കിട്ടിയ റോൾ അഭിനയിച്ചു എന്നല്ലാതെ വല്ല അലമ്പാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഫഹദ് ഫാസിൽ ഒരു രക്ഷയല്ല. പണ്ട് കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു ഫഹദ് ഫാസിൽ എൻ്റെ ജനങ്ങൾക്ക് എൻ്റെ അഭിനയം അടുക്കുവാണെങ്കിൽ ഞാൻ ബാഴ്സലോണയിൽ യൂബർ ഓടിക്കാൻ പോകുന്നു. ഏറ്റവും നല്ല പരിപാടി അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ഒരു ചീഞ്ഞ പടം. അത് ഫഹദ് ഫാസിൻ്റെ മിക്ക സിനിമകളും നമുക്കറിയാം, എല്ലാം ഒരു അടിപൊളി സെറ്റ് സിനിമകളാണ്. പുള്ളി ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിൽ എല്ലാണെങ്കിലും. ബട്ട് ഇതെല്ലാം ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലൊക്കെ പേര് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. ഫഹദ് ഫാസിൽ എനിക്ക് തോന്നുന്നു കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സിനിമ ചെയ്യണ്ടേ, ആ ചെയ്ത സിനിമയാണ് തോന്നുന്നത് ഇത്. ചളി എന്ന് പറഞ്ഞാൽ ചളിയോട് ചളി, ചച്ചളി, ലോഡ് കണക്കിന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി ഡയറീസിൽ പറയണ പോലെ നിങ്ങൾ ലോറിക്ക് ആളെ വിളിച്ചോ, ഞങ്ങൾ ട്രെയിനിൽ ആളെ വിളിക്കാമെന്ന് പറഞ്ഞാൽ
ലോറിക്ക് ആദ്യം ചളി കൊണ്ടുപോയി തട്ടും, പിന്നെ ട്രെയിനിൽ കൊണ്ടുപോയി ചളി കൊണ്ടുപോയി തട്ടും. ചളിയോട് ചളിയാണ് സിനിമ. ഒരു രക്ഷയല്ല, ഒരു രക്ഷയില്ലാത്ത ചള്ളിപ്പടം, അത്രേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ആ കുതിര ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള കുതിര ആത്മഹത്യ ചെയ്യും, അമ്മാതിരി സിനിമ. ഈ സിനിമയിൽ 3 പ്രാവശ്യമാണ് 3 പ്രാവശ്യമാണ് തൂങ്ങി മരിക്കാനായിട്ട് കയറ് കാണിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകനൊരു 200 പ്രാവശ്യമെങ്കിലും മരിക്കാൻ തോന്നും. കാരണം അത്ര ഒരു രക്ഷയില്ലാത്ത ചള്ളിപ്പടം.